സൂര്യ ഭഗവാനൊക്കെ വന്നാണ് എന്ത് ചെയ്യുന്നത്, സകല വിചാരങ്ങളും ചെയ്തിട്ട് പോയായിരുന്നു. അല്ല, അങ്ങനെ വെക്കുമ്പോൾ എനിക്കിപ്പോൾ തോന്നിയൊരു തോന്നലാണ്, അതായത് ദൈവം എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ ഒരു 3 പേര് 4 പേര് നടന്നു പോകുന്ന സമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ചതാണെന്ന് എന്താ പറയുക, എഴുതപ്പെടാനായിട്ട് അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ തിങ്ക് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. അതായത് ഇയാൾ മരിച്ചതാണോ, അതായത് നോക്കുമ്പോൾ അയാൾ ഡെഡായിട്ട് അവിടെ പോയി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവർ മരിച്ചതാണെന്ന് ഡിഫൈൻ ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യരുണ്ടാവും. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ ഈ പറയുന്ന പോലെ ആദ്യമായി വിഷമിച്ചൊരു വ്യക്തി, കണ്ണുനീര് വന്ന വ്യക്തി, ഇതിൻ്റെയൊക്കെ ഉറവിടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമായി സൂര്യനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നൽ നമ്മുടെ ഭൂമിയിലേക്ക് കേൾക്കുമ്പോൾ മനുഷ്യർ ആദ്യമായി കാണുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇതിനെ ദൈവമായിട്ട്, അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ സൂര്യദേവൻ, ചന്ദ്രദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതിൻ്റെ എക്സിസ്റ്റൻസിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പക്ഷേ ആ കഥകളെ നമ്മളിപ്പോൾ സൂര്യദേവൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തെങ്കിൽ അതിനെയൊക്കെ ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ്. അല്ലെങ്കിൽ പിന്നെ അത് സൂര്യ ഭഗവാനൊക്കെ വന്നാണ് എന്ത് ചെയ്യുന്നത്, സകല വിചാരങ്ങളും ചെയ്തിട്ട് പോയായിരുന്നു. അവിടെ അവർക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞത്, അതായത് ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും തിരിച്ചറിവ് മനുഷ്യന് വന്ന സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും